പരിധിയുടെ 10 പുസ്തകങ്ങളുടെ പ്രകാശനത്തിൽ ഇനി ശേഷിക്കുന്ന 6 പുസ്തകങ്ങളാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത്. അരമണിക്കൂറിനുള്ളിലാണ് ഈ 6 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നത്. ചെറിയ ഹ്രസ്വമായിട്ടുള്ള പ്രകാശന ചടങ്ങാണ്. നിയമസഭാ യുടെ ഈ പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് മുഴുവൻ ചരിത്രപരമായി സൂക്ഷിക്കുന്ന ഡോക്യുമെൻ്റ് ചെയ്യുകയാണ്. ഈ പ്രസംഗം, ഇവിടെ നടക്കുന്ന പരിപാടികളെല്ലാം എന്നും ലഭ്യമാകത്തക്ക ഒരു രീതിയിൽ അവരുടെ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. വിശിഷ്ട വ്യക്തികളെ പ്രകാശനം ചെയ്യാനുള്ള പുസ്തകത്തിൻ്റെ രചയിതാക്കളെയും പ്രകാശനം ചെയ്യുന്നവരെയും സ്വീകരിക്കുന്നവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകം അനാസക്ത കർമ്മയോഗി ഡി പ്രദീപ് കുമാർ പ്രകാശനം എഴുതിയ ഗാന്ധിജിയെ പറ്റിയൊരു പുസ്തകമാണ്. ഡോക്ടർ MG ശശിഭൂഷണാണിത് പ്രകാശനം ചെയ്യുന്നത്. RKR നായർക്ക് കൊടുത്തുകൊണ്ട് പ്രകാശനം നിർവഹിക്കും. രണ്ടാമത്തെ പുസ്തകം ചരിത്രത്തിൽ അവസാന വാക്കില്ല MGS നാരായണനുമായിട്ടുള്ള ഒരു അഭിമുഖമാണ്. ഇത് ഡോക്ടർ G പ്രഭയാണ് രചിച്ചത്. RV ശ്രീകലയാണ് പ്രകാശനം ചെയ്യുന്നത്. R നന്ദകുമാറിന് കൊടുത്തുകൊണ്ട് പ്രകാശനം നടത്തും. വേണാടിൻ്റെ വീരചരിതം എന്ന പുസ്തകം, അത് 10-70 വർഷത്തിന് മുൻപുള്ള ഒരു പുസ്തകമാണ്. ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ചെയ്ത സ്ഥലങ്ങൾ, അത് നടത്തിയ പ്രസംഗം, സന്ദർശിച്ച സ്ഥലങ്ങളെല്ലാം പറ്റിയൊരു ഡോക്യുമെൻറ്റേഷനാണത്. അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഡോക്ടർ MG ശശിഭൂഷണാണ് പ്രകാശനം ചെയ്യുന്നത്, നന്ദകുമാറിന് കൊടുത്തുകൊണ്ട്. KV കൃഷ്ണയ്യരുടെ ലേഖനങ്ങൾ, സമ്പാദകൻ MG ശശിഭൂഷണാണ്. ഇത് ആദ്യകാല ചരിത്രകാരന്മാരിൽ ഒരാളാണ് KV കൃഷ്ണയ്യർ. അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള ലേഖനങ്ങൾ പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല. അതിൻ്റെ പ്രകാശനമാണ് MG ശശിഭൂഷൺ. അഞ്ചാമത്തെ പുസ്തകം ആധുനികോത്തര നാടകം എന്നുള്ളതാണ്. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥമാണ്. 25 ലേഖനങ്ങൾ, ആധുനികതയ്ക്ക് ശേഷം ഉണ്ടായ നാടകങ്ങളെ പറ്റിയുള്ള പഠനങ്ങളാണ് അതിലുള്ളത്. അത് ഡോക്ടർ RV ശ്രീകലയാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ അലിയാർ. ശബ്ദ സൗഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാടക ചിന്തകനാണ്. ഒപ്പം തന്നെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട ശബ്ദത്തിൻ്റെ ഉടമയായ ശ്രീ അലിയാരാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് മഹേഷ് പഞ്ചു. മഹേഷ് പഞ്ചുവിന് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. മാധ്യമപ്രവർത്തകനാണ്, നാടക ചിന്തകനാണ്, നാടകത്തെപ്പറ്റി ഉള്ള പഠനങ്ങളുടെ രചയിതാവാണ്. ഇത്രയും പേരാണ് ഈ പുസ്തകം. ഇനിയും 6ാമത്തെ പുസ്തകം ദ്വാപരം, അത് RKR നായർ രചിച്ച നോവലാണ്. അത് പ്രകാശനം ചെയ്യുന്നത് ശ്രീകലയാണ്. സ്വീകരിക്കുന്നത് ഹരിദാസനാണ്. ഹരിദാസനും കൂടെ വേദിയിൽ വരിക. അപ്പം നമ്മളെ പരിധിയുടെ രീതി അനുസരിച്ച് ഈ പുസ്തകം ഇതൊരു പ്രത്യേക രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പുസ്തകം അനാസക്ത കർമ്മയോഗി, അത് പ്രകാശനം ചെയ്തതിന് ശേഷം സംസാരിക്കും. പിന്നെയുള്ള പുസ്തകങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് 3 പ്രകാശനം ചെയ്യുകയും സംസാരം ഒടുവിലുമാക്കും. പിന്നെ ആധുനികോത്തര നാടകം എന്നത് സെപ്പറേറ്റായിട്ട്. ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. അത് അനാസക്ത കർമ്മയോഗി എന്ന പുസ്തകം. അത് D പ്രദീപ് കുമാറാണ് എഴുതിയത്. ഗാന്ധിജിയെ പറ്റി D പ്രദീപ് കുമാർ 2 പുസ്തകങ്ങൾ അടുത്ത കാലത്ത് എഴുതി. കഴിഞ്ഞ നിയമസഭയുടെ പുസ്തകോത്സവത്തിൽ നാടകങ്ങളെപ്പറ്റി, റേഡിയോ നാടകങ്ങളെപ്പറ്റിയുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് റേഡിയോ നാടകത്തിൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള അതിൻ്റെ അണിയറ ശില്പികളെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹം രചിക്കുകയുണ്ടായി. ഇത്തവണ ഗാന്ധിജിയുടെ അറിയപ്പെടാത്ത ഏടുകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. അത് പ്രകാശനം ചെയ്യാൻ ശ്രീ MG ശശിഭൂഷൺ അവരുകളെയും സ്വീകരിക്കുവാൻ RKR നായരെയും ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശിപ്പിച്ച ഡോക്ടർ MG ശശിഭൂഷൺ സംസാരിക്കും. പുസ്തകം പ്രകാശിപ്പിച്ച ഡോക്ടർ MG ശശിഭൂഷൺ സംസാരിക്കും. പരിധിയുടെ പുസ്തക പരമ്പരയുടെ പ്രസാധനം നടക്കുന്ന ഈ ചടങ്ങിൽ അത്യധികം സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത്.
പരിധിയെപ്പോലെയുള്ള പ്രസാധക സംഘങ്ങൾ ഈ നാടിന് അനിവാര്യമായ ഒരാവശ്യമാണ്. കേരളത്തിലെ പുസ്തക പ്രസാധന രംഗം ഏറ്റവും സജീവമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ പ്രകാശിപ്പിക്കേണ്ട പല പുസ്തകങ്ങളും, അതായത് പ്രസാധനം ചെയ്യേണ്ട പല പുസ്തകങ്ങളും പ്രസാധനം ചെയ്യാതെയും പോകുന്നു. അതിന് അത്തരം ചില പുസ്തകങ്ങൾ, അതായത് മുഖ്യധാരയിലെ പ്രസാധകരെ ചിലപ്പോൾ മാറ്റിവെക്കാൻ ഇടയുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രഥമ പരിഗണനയിൽ വരാത്ത പുസ്തകങ്ങൾ ധൈര്യമായി ഏറ്റെടുക്കുന്നതിന് പരിധിയുടെ എല്ലാമായ രാജീവ് കുമാർ കാണിക്കുന്ന ധീരതയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടുകാരൻ കൂടിയായ പ്രദീപ് കുമാറിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പ്രദീപ് കുമാർ മലയാളത്തിലെ പുസ്തക വായനക്കാരുടെ ഇടയിൽ വളരെ സുപരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹം ഓണാട്ടുകര സാഹിത്യ സമിതിയിലും മറ്റു പല വേദികളിലും സജീവമായി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ എനിക്കറിയാം അദ്ദേഹത്തെ. പ്രദീപ് കുമാറിൻ്റെ പുസ്തകം, ഒരു ഗാന്ധിയുടെ അനാസക്തി യോഗത്തെപ്പറ്റി ഈ സന്ദർഭത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നാം ഗാന്ധി എന്ന് പറയുമ്പോൾ, മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും പ്രധാനമായി ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്സംഗമായ എന്നാൽ നിരന്തരം ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ തന്നെയാണ്. ലോക ചരിത്രത്തിന് സമാനതകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 ദശകങ്ങൾ പിന്നിട്ടപ്പോൾ ഈ മഹാരാജ്യത്ത് നടന്നത്. ലോക ചരിത്രത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടില്ല എന്ന് ഒരു ചരിത്രകാരൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. നമുക്കറിയാം, അതിനു മുമ്പ് തന്നെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചിരുന്നു. മിതവാദികളെന്നും തീവ്രവാദികളെന്നും അന്നത്തെ സ്വാതന്ത്ര്യ സമര യോദ്ധാക്കൾ 2ആയിട്ട് വേർപിരിഞ്ഞിരുന്നു. പക്ഷേ എല്ലാവരെയും ഒരു കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരുവാൻ മഹാത്മാഗാന്ധിക്ക് മാത്രമാണ് ആ കാലഘട്ടത്തിൽ സാധിച്ചത്. അതൊരു ഇരമ്പലായിരുന്നു, ഒരു മഹാപ്രവാഹമായിരുന്നു. ആ മഹാപ്രവാഹത്തിൻ്റെ പിന്നിലും അദ്ദേഹം അനാസക്തനായിരുന്നു. ആ കഥയാണ് പ്രദീപ് കുമാർ നമ്മളോട് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നു. അടുത്ത പുസ്തകം ചരിത്രത്തിൽ അവസാന വാക്കില്ല. ഇത് MGS നാരായണനുമായി നടത്തിയ ദീർഘമായ അഭിമുഖത്തിൻ്റെ ഒരു പുസ്തകമാണ്. ഡോക്ടർ G. പ്രഭയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ R.B. ശ്രീകല. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ R. നന്ദകുമാർ. ഇരിക്കാൻ വരട്ടെ. അടുത്ത പുസ്തകം കൂടെ പ്രകാശനം ചെയ്യുകയാണ്. അത് വേണാടിൻ്റെ വീരചരിതം. ശ്രീയുത് മഹാദേവ ദേശായി എഴുതിയ ഗ്രന്ഥത്തിൻ്റെ തർജിമയാണ്. അത് പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ MG ശശിഭൂഷൺ. സ്വീകരിക്കുന്നത് R. നന്ദകുമാർ. ഒരു പുസ്തകം കൂടി KV കൃഷ്ണയ്യരുടെ ലേഖനങ്ങളാണ്. അത് സമ്പാദകൻ MG ശശിഭൂഷൺ. ഇത് പ്രകാശനം നടത്തുന്നത് R. നന്ദകുമാർ D. പ്രദീപ് കുമാറിന് കൊടുത്തു. ഇനി ഒരു പുസ്തകം കൂടിയുണ്ട്. അത് ഏറ്റവും ഒടുവിൽ പ്രകാശനം ചെയ്യുന്നതായിരിക്കും. ഇനിയും അടുത്ത സംസാരിക്കുന്നത് R. നന്ദകുമാർ. ചരിത്രജ്ഞാനവും ഒപ്പം തന്നെ നോവലിസ്റ്റാണ്, നാടകകൃത്താണ്. നന്ദകുമാറിൻ്റെ വിഷയം ഈ ചരിത്രാന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം
യുക്തമായ കരങ്ങളിലൂടെയാണ് ഏറ്റുവാങ്ങിയതും അതുപോലെ തന്നെ നൽകിയതുമൊക്കെ. നന്ദകുമാറിനെ ക്ഷണിക്കുക. വേദിയിലും സദസ്സിലുമുള്ള എത്രയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ടവരെ, നല്ല പുസ്തകങ്ങളാണ് പരിധി പ്രസിദ്ധീകരിച്ച് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ എനിക്ക് വന്നു ചേർന്ന ദൗത്യം KV കൃഷ്ണയ്യരുടെ ചരിത്രലേഖനങ്ങൾ പ്രകാശിപ്പിക്കുക എന്നതായിരുന്നു. അത് ശശിഭൂഷൺ സാറാണ് അത് സമ്പാദിച്ച് അതിനെക്കുറിച്ച് സമഗ്രമായ പഠനം കൂടി തയ്യാറാക്കിയിട്ടുള്ളത്. KV കൃഷ്ണയ്യരെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്കും ഇന്നത്തെ ചരിത്ര വിദ്യാർത്ഥികൾക്കും എത്ര കണ്ട് അറിയും എന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ഈടുറ്റ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം ഇംഗ്ലീഷിലുണ്ട്. അത് ഇന്നിപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റാണ്, പക്ഷേ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഫോറസ്റ്റ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ആധികാരികമായ ഒരു ഗ്രന്ഥമാണത്. വളരെ വളരെ ആഴത്തിലുള്ള ഒരു പഠന ഗ്രന്ഥമാണ്. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട്, അന്ന് ഇതുപോലെ വിവരം സാങ്കേതികമായ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തും ആഴത്തിൽ തിരുവിതാംകൂറിനെ പഠിച്ചും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ പഠന ഗ്രന്ഥമാണത്. അദ്ദേഹത്തിൻ്റെ ചരിത്ര ലേഖനങ്ങളാണ് സാർ സമാഹരിച്ചത്, ശശിഭൂഷൺ സാർ സമാഹരിച്ചിട്ടുള്ളത്. ആ ലേഖനങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, കാരണം അത് 1940-കൾ 50-കൾക്ക് മുമ്പിലാണ് അല്ലേ സാർ? 1950-കൾക്ക് മുമ്പിലാണ് തീർച്ചയായിട്ടും KV കൃഷ്ണയ്യർ സാറ് അന്നത്തെ ആനുകാലികങ്ങളിൽ ഒക്കെ എഴുതിയിട്ടുണ്ടാവുക. ആ ലേഖനങ്ങളെല്ലാം കൂടി സമാഹൃതമായിട്ടുള്ള പുസ്തകമാണ് KV കൃഷ്ണയ്യരുടെ ചരിത്ര ലേഖനങ്ങൾ. അതിലെ ആ ഒരു അന്നത്തെ കാലത്ത് മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെയും തിരുവിതാംകൂറിന് മുമ്പുള്ള വേണാടിൻ്റെയും ചരിത്രം സമഗ്രമായി പഠിച്ചു മാത്രമേ അത്തരം ലേഖനങ്ങൾ എഴുതാൻ സാധിക്കൂ. ആ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, ലേഖനങ്ങളുടെ പുസ്തകം. അതിലെനിക്ക് തോന്നുന്നത് സ്ഥലനാമ നിരുക്തിയെപ്പറ്റി, സ്ഥലനാമകോശത്തെപ്പറ്റിയോ സ്ഥലനാമ നിരുക്തിയെപ്പറ്റിയോ ഉള്ള ഒരു ലേഖനം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സ്ഥലനാമ നിരുക്തി വളരെ അപകടം പിടിച്ചൊരു കാര്യം കൂടിയാണത്. കാരണം അതിൽ ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജിയിലും കൂടി, ചരിത്രത്തോടൊപ്പം തന്നെ ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജിയിലും കൂടി തൽപരരായിരിക്കുകയും അതിൽ നിഷ്ണാതരായിരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ തീർച്ചയായിട്ടും സ്ഥലനാമ നിരുക്തിയുടെ കാര്യത്തിൽ ആധികാരികമായ പഠനം നടത്താനും ആധികാരികമായിട്ടുള്ള നിഗമനങ്ങളിലെത്താനും സാധിക്കൂ എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെയാണ് സ്ഥലനാമങ്ങളുടെയൊക്കെ ഒരവസ്ഥ. ഇപ്പോഴൊക്കെ പഴയ സ്ഥലനാമങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കാരണം ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും വർക്കലയെപ്പറ്റി വന്ന ഒരു പഠനത്തിൽ ഞാൻ കണ്ടത്, വർക്കല എന്ന സ്ഥലനാമം ഉണ്ടായത് നാരദൻ്റെ വൽക്കലം വീണെന്നോ അല്ലെങ്കിൽ വില്ലുമംഗലം വൽക്കലം ഊരി അവിടെ കുളിച്ചത് കൊണ്ടാണ്, പാപനാശത്തിൽ കുളിച്ചത് കൊണ്ടാണ് വൽക്കലമായി പോയത്, വൽക്കലമായി മാറിയത് എന്നാണ് അതിലെഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ വര എന്ന് പറഞ്ഞാൽ ഉയർന്നത്, പൊക്കമുള്ളത് എന്നാണ് അർത്ഥം. വരയാട് ഓർമ്മയില്ലേ? വരയുള്ള ആടായതുകൊണ്ടല്ല, മറിച്ച് പൊക്കമുള്ള കുന്നുകളിലും മലകളിലും കാണുന്ന ആടായതുകൊണ്ടാണ് അത് വരയാടായി മാറിയത്. അപ്പോൾ കലം എന്നാൽ ഭൂമി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങൾ ആധികാരികമായിട്ട് എഴുതാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് പോലും അത്തരം തെറ്റിദ്ധാരണകളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര ഗവേഷണമായാലും ചരിത്ര രചനയായാലും ചരിത്ര പാഠങ്ങളായാലും ഒക്കെ തന്നെ വളരെ ആധികാരികമായിട്ട് വേണം നിർവഹിക്കാൻ. കാരണം ചരിത്രമെന്ന് പറയുന്നത് നമ്മൾ പിന്നാക്കം പോകലല്ല,
പഴയ കാലത്തിലേക്കുള്ള ഒരു ഒളിഞ്ഞു നോട്ടമോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകലോ ഒന്നുമല്ല ചരിത്രമെന്ന് പറയുന്നത്. ചരിത്രമെന്ന് പറയുന്നത് പുരോഗമനത്തിൻ്റെ അടിത്തറയാണ്. മുന്നോട്ടുള്ള പോക്കിനെ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ പിന്നാക്കം നോക്കി പിൻകാലത്തേക്ക് നോക്കിയിട്ട് ആ ചരിത്രത്തിൻ്റെ ധാരകളെയും ചരിത്രത്തിൻ്റെ കാമ്പിനെയും ചരിത്രത്തിൻ്റെ കഴമ്പിനെയും സമ്പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ഏത് മനുഷ്യനും ഏത് വ്യക്തിക്കും ഏത് പഠിതാവിനും ഏത് ഗവേഷകനും മുമ്പോട്ടുള്ള ചരിത്രത്തിലും ചരിത്ര നിർമ്മിതിയിലും ചരിത്ര പാഠങ്ങളിലും ഒക്കെ മുമ്പോട്ടുള്ള പ്രയാണം തീർച്ചയായിട്ടും സുഗമമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ചരിത്ര പഠിതാവാണ് ഞാൻ. എന്തായാലും കെ വി കൃഷ്ണയ്യർ സാറിൻ്റെ പഴയകാല ലേഖനങ്ങൾ പ്രകാശിപ്പിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത് വളരെ ആഴത്തിലുള്ള ലേഖനങ്ങൾ തന്നെയായിരിക്കും പഠനം വായിക്കുക. അതുപോലെ തന്നെ മഹാദേവ് ദേശായിയുടെ ആ പുസ്തകം അതിൻ്റെയും ഇംഗ്ലീഷ് ഉണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മഹാദേവ് ദേശായിയുടെ ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കൈവ്സിൽ നിന്ന് കിട്ടാനിടയുണ്ട്. കാരണം എൻ്റെ കയ്യിലുണ്ടത് ഈ ബുക്ക്. അതും വളരെ ഗഹനമായ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. മഹാദേവ ദേശായിയും ഇതുമായിട്ടുള്ള ബന്ധം ഇന്നും വടക്കൻ കേരളത്തിൽ ഞാൻ സംസാരിക്കുകയായിരുന്നു. വടക്കൻ കേരളത്തിൽ പയ്യന്നൂരിൽ മഹാദേവ ദേശായിയുടെ നാമത്തിലൊരു ഗ്രാമം തന്നെയുണ്ട്. മഹാദേവ ഗ്രാമം എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അപ്പോൾ അത്രത്തോളം കേരളവുമായിട്ട് ബന്ധമുള്ളയാളാണ്. കേരളത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് മഹാത്മാഗാന്ധിയോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും അതിലുപരി മഹാത്മാഗാന്ധിയുടേതായിട്ടുള്ള കർമ്മ സിദ്ധാന്തങ്ങളുണ്ടല്ലോ, ആ സിദ്ധാന്തങ്ങളുടെ ചുവടെ പോയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവ് തന്നെയാണ് മഹാദേവ ദേശായി. അദ്ദേഹത്തിൻ്റെ പുസ്തകവും കൂടി ഈ ചരിത്ര പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതും ചരിത്രമാണ്. ചരിത്ര പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട്. വേറെയും ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. എന്തായാലും ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള പഠനം വേണമെന്ന് ഉള്ള ഒരു ചിന്ത പുതിയ തലമുറയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ചരിത്ര ഗ്രന്ഥങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ചരിത്ര ഗവേഷകരെ സംബന്ധിച്ചും വലിയ വഴിവിളക്കുകളാണ്. ആ വഴിവിളക്കിൻ്റെ പ്രകാശത്തിലൂടെ നമുക്ക് പോയാൽ തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റും. ചരിത്രം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. നമുക്ക് ഒരുപാട് ചരിത്രങ്ങളെന്ന് വെച്ചാൽ ചമയ്ക്കപ്പെട്ട ചരിത്രം ഒരുപാടുണ്ട്. ചമയ്ക്കപ്പെട്ട ചരിത്രങ്ങൾക്ക് പിറകെ ആളുകൾ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചമയ്ക്കപ്പെട്ട ചരിത്രമല്ല നമുക്ക് വേണ്ടത്, യഥാർത്ഥ ചരിത്രമാണ്, ചരിത്ര വസ്തുതകളാണ്. ആ ചരിത്ര വസ്തുതകളിലേക്ക് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ നയിക്കാൻ, ഗവേഷകരെ നയിക്കാൻ ഈ പുസ്തകങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ കരുതുന്നു. അതിനായിട്ട് ഈ പുസ്തകങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൻ്റെ ഗ്രന്ഥകർത്താക്കൾക്ക് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി ഇടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ദ്വാപരം എന്ന നോവലിൻ്റെ പ്രകാശനമാണ്. RKR നായർ രചിച്ച ദ്വാപരം. ഇത് പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ RB ശ്രീകല, ഏറ്റുവാങ്ങുന്നത് ഹരിദാസൻ. ശ്രീ ഹരിദാസൻ സംസാരിക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ശ്രീമാൻ RKR നായർ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി സാഹിത്യത്തെയും ഭാഷയെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻജിനീയറായിരുന്നു. പല ദിക്കുകളിൽ ജോലിയെല്ലാം കഴിഞ്ഞ് അപ്പോഴെല്ലാം മനസ്സിൽ ഈ അക്ഷര സ്നേഹം കാത്ത് സൂക്ഷിച്ചിരുന്ന ആളാണ്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് മലയാളം നഷ്ടപ്പെടുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞ് കേരളത്തിൽ വരികയും ഇവിടെ ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ ഭാഷയോടും സാഹിത്യത്തോടും വളരെ വലിയ പ്രതിജ്ഞാബദ്ധത പുലർത്തുന്ന ഒരു നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹം എഴുതി തുടങ്ങിയിട്ട് 50 or 60 വർഷങ്ങളായി. ഒരുപക്ഷെ ഈ നോവൽ തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ നോവലാണ് ദ്വാപരം എന്നാണ്. പ്രസിദ്ധീകരിക്കുന്നത് ഇപ്പോഴേ ഉള്ളൂ എന്നുള്ളത് ചില സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയതുകൊണ്ട് ഇത് നേരത്തെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ
ഇതിഹാസ പുരാണങ്ങളെ വളരെ ഗാഠമായി വായിച്ചറിയുകയും അതിൽ നിന്നും പുതിയ കാലത്തെ ജീവിതത്തെ കണ്ടെത്തുകയും അതിനനുസരണമായി എഴുതുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ രചനയുടെ ശൈലി. ഒരു 6 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ കഥകളെല്ലാം തന്നെ ഇന്നത്തെ മനുഷ്യൻ എത്തി നിൽക്കുന്ന ആ ഒരു പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുന്ന കഥകളാണ്. അതാണ് അദ്ദേഹത്തെ ഒരു എണ്ണപ്പെട്ട എഴുത്തുകാരനാക്കി മാറ്റുന്നത്. മനുഷ്യാവസ്ഥയെക്കുറിച്ച് കൃത്യമായ ജ്ഞാനം അദ്ദേഹം പുലർത്തുന്നു എന്നുള്ളതാണ്. മനുഷ്യാവസ്ഥയിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടാം, അതിനെ എങ്ങനെ സാഗൂതം പുഞ്ചിരിച്ചുകൊണ്ട് ഈ ജീവിതത്തെ നേരിടാമെന്ന് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ കൃതിയാകട്ടെ ദ്വാപരയുഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ പുരാണബദ്ധമായ ഈ കൃതിയും അപ്രകാരം വളരെ മനോഹരമായി ഈ കൃതി ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ രചനയുടെ പല കൃതികളും രചനയിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വായനയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് പറയുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത, അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ എഴുതുന്നു എന്നുള്ളതാണ്. ദ സൺ ഓഫ് ദ്വാരക എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ വളരെയധികം വിറ്റഴിയുന്ന പരിധി തന്നെ പ്രസിദ്ധീകരിച്ച മനോഹരമായ ഇംഗ്ലീഷ് നോവലാണ്. അദ്ദേഹം തൻ്റെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും പ്രിയങ്കരമായി എണ്ണുന്നത് 2 കഥാകൃത്തുക്കളെയാണ്. ഒന്ന് സക്കറിയ, മറ്റൊന്ന് ഡോക്ടർ എം രാജീവ് കുമാർ. നമുക്കറിയാം, ഈ 2 എഴുത്തുകാരും മലയാളത്തിൻ്റെ നിത്യയൗവനങ്ങളാണ്. ഇവർ രണ്ടുപേരും എഴുതി തുടങ്ങിയിട്ട് 50-60 വർഷങ്ങളായി എന്ന് പറയുമ്പോഴും അവർ ഇന്നും രചിക്കുന്നത് ഇന്നിൻ്റെ കഥകളാണ്. ആ കഥകളെയാണ്, അല്ലെങ്കിൽ ആ എഴുത്തുകാരെയാണ് ശ്രീമാൻ RKR നായർ അനുകരിക്കുന്നത് അല്ലെങ്കിൽ പിന്തുടരുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ആ മേന്മ അവകാശപ്പെടാനും അർഹതയുണ്ട്. അങ്ങനെ നവമായ അദ്ദേഹത്തിന് പ്രായാധിക്യം വന്ന ഒരാളാണെങ്കിൽ പോലും പുതിയ ഈ സംവേദനത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം വായിക്കേണ്ട പുസ്തകമാണിത്, ദ്വാപരം എന്ന ഈ നോവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇന്ന് പ്രകാശനം ചെയ്യുന്ന 10ാമത്തെ പുസ്തകം ആധുനികോത്തര നാടകം. ആധുനികോത്തരം എന്ന് പറഞ്ഞൊരു സീരീസ് പരമ്പര പരിധി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ആധുനികോത്തര കഥ, നോവൽ, നാടകം, അതുപോലെ തന്നെ അതിന് മുൻപ് സിനിമ, നിരൂപണം, ഇങ്ങനെ പല വിഷയങ്ങളായിരുന്നു ആധുനികോത്തരവുമായി പോസ്റ്റ് മോഡേണിസവുമായി ബന്ധപ്പെട്ട്. ഇത് ആധുനികോത്തര നാടകമാണ്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് 26 ലേഖനങ്ങളുണ്ട് നാടകങ്ങളെപ്പറ്റി. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ RV ശ്രീകല. ഇത് പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ അലിയാർ. പുസ്തകം ഏറ്റുവാങ്ങുന്നത് മഹേഷ് പഞ്ചു. ഇനി 6 മിനിറ്റ് കൂടി ശേഷിക്കുന്നു. ശ്രീ അലിയാരെ പ്രഭാഷണം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ആധുനികോത്തര സീരീസിലെ 10ാമത്തെ പുസ്തകമാണ് ഇന്ന്. ആറാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിതമായ ആധുനികോത്തര നാടകം പഠനങ്ങൾ. രാജീവ് കുമാറിനെ എനിക്കൊരു 50 വർഷത്തിലധികമായി പരിചയമുള്ള ഒരാളാണ്. ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ കാലത്ത് തന്നെ പരിചയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലെ ഒരാളാണ്. അന്ന് അദ്ദേഹം MA വിദ്യാർത്ഥിയായിരുന്നു. അന്ന് തന്നെ സാഹിത്യ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നീട് അദ്ദേഹം കഥയെഴുത്തുകാരനായി, പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉദ്യോഗസ്ഥനായി. കുറേ കാലമായി പരിധി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ സമീപകാലത്ത് അത് വളരെയധികം പുരോഗതി പ്രാപിക്കുകയും കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പുസ്തക പ്രസ്ഥാനങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട്. എനിക്കൊരു സന്തോഷം തോന്നിയത്, ഈ പഴയ കാലത്ത് ഇവിടെ NBS ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ, ഞാൻ കൊല്ലത്ത് പഠിക്കുമ്പോൾ ഞങ്ങൾ NBSൻ്റെ പുസ്തകശാലയിൽ വൈകിട്ട് പോയിരിക്കുമായിരുന്നു. അതുപോലെ ഏതാണ്ടൊരു അന്തരീക്ഷം ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകിട്ട് അവിടെ പോയിരിക്കാം. ഏതാണ്ട്
സാംസ്കാരിക പ്രവർത്തകരും പലരുമൊക്കെ വരാറുണ്ട്, എഴുത്തുകാർ വരാറുണ്ട്, അവരൊക്കെ ഇത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം ആ പ്രസാധനശാലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് അധികമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ നാടകരംഗത്തെ ആദ്യകാല നിരൂപണമൊക്കെ ഈ ടെക്സ്റ്റലായിരുന്നു, അല്ലെങ്കിൽ ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നാടകത്തിൻ്റെ ശില്പഘടനയെപ്പറ്റിയും കഥാപാത്ര ചിത്രീകരണത്തെക്കുറിച്ചുമൊക്കെ പഴയ കാലത്ത് ധാരാളം എഴുത്തുകൾ, ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ദേശാഭിമാനി രാമകൃഷ്ണപിള്ളയൊക്കെ ഒന്നാന്തരം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവയൊക്കെയും ഈ കൃതിയെ ആസ്പദമാക്കി വന്നിട്ടുള്ള പഠനങ്ങളാണ്. പക്ഷേ 60കൾക്ക് ശേഷം ആധുനിക നാടകം വരികയും അതിനുശേഷം നാടകം ഈ പറഞ്ഞതുപോലെ ആധുനിക ഉത്തരമാവുകയും ഒക്കെ ചെയ്തു. പക്ഷെ അപ്പോൾ നിരൂപണം അതിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അത് രംഗാവതരണവുമായി, നാടകങ്ങളുടെ രംഗാവതരണവുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള പഠനങ്ങളാണ് പിന്നീട് വന്നിട്ടുള്ളത്. അത് തിയേറ്റർ ക്രിറ്റിസിസമാണ്. തിയേറ്റർ ക്രിറ്റിസിസം ഇവിടെ അധികമായിട്ട് ഇപ്പോഴും അങ്ങനെ ഒരു വലിയ ശാഖയായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. എങ്കിലും ഈ പുസ്തകം അതിനുള്ള ഒരു നല്ല ശ്രമമാണ്. ഇപ്പോൾ നരേന്ദ്രപ്രസാദിൻ്റെയും TM എബ്രഹാമിൻ്റെയും ഒക്കെ കാലഘട്ടത്തിന് ശേഷം വന്ന പ്രമുഖരായ പല നാടകകൃത്തുക്കളുടെയും നാടകങ്ങളെയും അവയുടെ രംഗാവതരണങ്ങളെയും വളരെ സൂക്ഷ്മമായി പഠിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് ഇതിൽ മിക്കവയും എന്നെനിക്കറിയാം. മറ്റൊരു സവിശേഷത, കഴിഞ്ഞ ഒരു 4-5 പതിറ്റാണ്ടായി നാടക മേഖലയിൽ, മലയാള നാടക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ലേഖനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആധുനികോത്തര നാടകത്തെക്കുറിച്ചും നാടകത്തിൻ്റെ രംഗാവതരണ സാധ്യതകളെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു പ്രമാണരേഖയായി ഈ പുസ്തകം മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് ഇറക്കാൻ കഴിഞ്ഞ പരിധിയെ പ്രശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഇനി ഒരു 2.25 മിനിറ്റുണ്ട്. ശ്രീ മഹേഷ് പഞ്ചു സംസാരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ജനറൽ എഡിറ്ററായ RB ശ്രീകല. വേദിയിലെ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആധുനികോത്തരം എന്നതൊരു സീരീസാണ്, അത് ഒറ്റ പുസ്തകമല്ല, അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് 6ാമത്തെ പുസ്തകമാണ്, ഈ സീരീസിലെ 6ാമത്തെ പുസ്തകമാണ് ആധുനികോത്തര നാടകം. നിരൂപണം, കഥ, കവിത, സിനിമ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ദളിത്, സ്ത്രീ, പരിസ്ഥിതി, ആധുനികോത്തര ദർശനങ്ങൾ, ഇങ്ങനെ 4 പുസ്തകങ്ങളാണ് ഇറങ്ങാനുള്ളത്. പരിധിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തിലധികമായി. ഒരു പ്രസാധകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും എന്നെ സംബന്ധിച്ചിടത്തോളം രാജീവ് കുമാർ സാർ ഒരു നിത്യ വിസ്മയമാണ്. അദ്ദേഹം എനിക്ക് നിരന്തരം നമ്മളെ എന്നെ സംബന്ധിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിപ്രഭാവമാണ് അദ്ദേഹം. ഇതിലപ്പുറമൊക്കെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ, ഇങ്ങനെ ഒരു സീരീസിൻ്റെ ജനറൽ എഡിറ്റർ ആകണമെന്ന് സാറ് ആവശ്യപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയമാണ്. ഞാൻ പിൻവാങ്ങാനായിട്ട് കുറേ ശ്രമിച്ചതുമാണ്. പക്ഷേ സാറിൻ്റെ സമ്പൂർണ്ണമായ സഹകരണവും ഉപദേശവും മാർഗദർശിത്വവും ഇതിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ പുസ്തകങ്ങളെല്ലാം ഇത്രയും മനോഹരമായിട്ട് ഇറക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ഉള്ളടക്കം അലിയാർ സാർ, ബഹുമാന്യനായ അലിയാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അതത് മേഖലകളിലെ സാഹിത്യ വിഭാഗങ്ങളുടെ പ്രമാണരേഖയായിട്ട് ഈ പുസ്തകങ്ങൾ, ഈ സീരീസിലെ എല്ലാ പുസ്തകങ്ങളും നമ്മുടെ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും അടിസ്ഥാന ഗ്രന്ഥമായിട്ട് തന്നെ സ്വീകരിക്കാവുന്നതാണ്. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗവേഷകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അവർ സ്വന്തമാക്കി കഴിഞ്ഞു. കാരണം ഇതുപോലെ അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ നാടകമായാലും നിരൂപണമായാലും സിനിമയായാലും ഒക്കെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട ആധികാരിക ലേഖനങ്ങളൊക്കെ തന്നെ ഇവയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതുതലമുറയ്ക്കും വായനക്കാർക്കും എഴുത്തുകാർക്കും ഗവേഷകർക്കും ഒക്കെ തന്നെ ഇത് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രൗഢ ഗംഭീരമായ ഒരു സീരീസ് ആയിരിക്കും ഇതിലെ എല്ലാ പുസ്തകങ്ങളും. ഒപ്പം തന്നെ ഈ ആധുനികോത്തര നാടകവും. വളരെയധികം സന്തോഷവും അഭിമാനവും ഈ മുഹൂർത്തത്തിൽ എനിക്കുണ്ട്. എൻ്റെ 2 പുസ്തകങ്ങൾ പരിധി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 3 പുസ്തകങ്ങൾ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ പരിധിയോടും രാജീവ് കുമാർ സാറിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷവും അഭിമാനവും. പുസ്തകപ്രകാശന ചടങ്ങ് സമാപിക്കുന്നു. വന്ന ആളുകൾക്കെല്ലാം നന്ദി.